ഹലോ, ഇന്ന് നമുക്ക് നല്ല പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് നല്ലൊരു കടുമാങ്ങ ഉണ്ടാക്കിയാലോ. അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. എന്നാൽ നമുക്കിതിൽ ഒട്ടും എണ്ണയൊന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതാ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയണം കേട്ടോ. അപ്പം ഞാൻ വെള്ളം ഒന്ന് തുടക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ട്. വെള്ളം ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് മോശമായി പോകും, ഇത്തിരി നാളൊന്നും നിൽക്കില്ല. പിന്നെ ഇതൊന്നും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാലത്തൊന്നും നമ്മൾ വെച്ചിരിക്കില്ലല്ലോ, അപ്പം തന്നെ എടുത്ത് കഴിച്ചുകൊണ്ടേ ഇരിക്കും. കുറച്ച് കാലത്തൊക്കെ കേടുകൂടാതെ തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് കളയണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതേ രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതിപ്പോൾ ചെയ്തെടുക്കുന്നത്. 4 വലിയ മാങ്ങ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് നേരിയതായിട്ട് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പും മുളകൊക്കെ പിടിച്ച് കിട്ടാനും അതുപോലെ തന്നെ മാങ്ങയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരാനും ഇതേ രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതിയാകുമേ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എടുക്കുന്ന മാങ്ങയ്ക്ക് അനുസരിച്ചിട്ട് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് തിരുമ്മി കൊടുക്കാം. അപ്പോൾ മാങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. ഇനി നമ്മളിതിലേക്ക് കടുക് പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 3-4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എടുക്കുമ്പോൾ ക്യാമറ ഓഫായി പോയിട്ടാണ്. ഇനി ഇത് നമ്മളൊരു കുപ്പിയിലേക്കാണ് കേട്ടോ മാറ്റി കൊടുക്കുന്നത്. ഒട്ടും വെള്ളമൊന്നുമില്ലാതെ അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു കുപ്പിയാണ്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ മാങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ നല്ല ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ട് കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. നമ്മുടെ കടുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ ഇഷ്ടമാക്കും. ഒട്ടും എണ്ണയൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നതല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക്